ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജനുവരി മാസത്തിൽ വളരെ മനോഹരമായ ഹോംവർക്ക് ചെയ്തു. ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിനായി ഇന്നു മുതൽ ഫെബ്രുവരി മാസത്തെ സീരീസ് ആരംഭിക്കുകയാണ്. ഫെബ്രുവരി മാസത്തെ ഹോംവർക്ക് ഇതാണ്: ജീവിതത്തിൽ മധുരതയുടെയും സ്നേഹത്തിൻ്റെയും ഗുണം ധാരണ ചെയ്യുകയാണെങ്കിൽ മറ്റെല്ലാ ഗുണങ്ങളും സഹജമായും വന്നു ചേരും. വളരെ സുന്ദരമായ ഹോംവർക്കാണ് ഈ മാസം ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ദിവസത്തെ വിഷയം എന്താണ്, ഹോംവർക്കിൻ്റെ വിഷയം എന്താണെന്ന് നോക്കാം. ഇന്നത്തെ വിഷയമാണ് സഫലതയുടെ നക്ഷത്രം. ഇന്നത്തെ അവ്യക്ത സൂചന: മധുരതയുടെ ധാരണയിലൂടെ സദാ ഹർഷിതമായിരിക്കാം, മറ്റുള്ളവരെയും ഹർഷിതമാക്കാം. മധുരതയെ ധാരണ ചെയ്യുന്നയാൾ ഇവിടെ മഹാനാകുന്നു, അവിടെയും റാങ്ക് നേടുന്നു. മധുരതയിലൂടെ തന്നെയാണ് മധുസൂദനൻ്റെ പേര് പ്രശസ്തമാക്കാൻ സാധിക്കുക. മധുരതയാകുന്ന തേൻ ആരുടെ അടുക്കലുണ്ടോ അവർക്ക് ഓരോ കാര്യത്തിലും സഫലത ലഭിക്കുന്നു. അവരുടെ മസ്തകത്തിൽ സഫലതയുടെ നക്ഷത്രം തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മോഹിനി ദീദിജിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. ജനുവരി മാസത്തിൽ നമ്മൾ ഭാരം എടുക്കാതിരിക്കാനുള്ള വളരെ അറ്റൻഷൻ നൽകി. സങ്കല്പത്തിലും അഥവാ ഏതെങ്കിലും വാതാവരണം കാരണത്താൽ എപ്പോഴും നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം, നമുക്ക് ഡബിൾ ലൈറ്റായി സ്ഥിതി ചെയ്യണമെന്ന്, അതായത് ഫരിസ്ത. അപ്പോൾ ഈ ഒരു അഭ്യാസം നമ്മൾ ഒരുപാട് ചെയ്തു ജനുവരി മാസം. ഹോംവർക്കിലൂടെ ഈ ഒരു പ്രയോജനമാണുള്ളത്. നമ്മൾ ഒരു ദിവസം 10 തവണയോളം അത് സ്മരിക്കുമ്പോൾ നമുക്ക് സ്മൃതി വരും ഇന്നെന്താണ് ചെയ്യേണ്ടതെന്ന്. മുരളി പോയിൻറ്റ്സിൻ്റെ ധാരണയും ചെയ്യുന്നുണ്ടെങ്കിലും അവ്യക്ത സൂചനയിലൂടെ ലഭിക്കുന്ന ഹോംവർക്കിലൂടെ ദിവസം മുഴുവന് നമുക്ക് ചെക്കിങ്ങും ലഭിക്കും, അതുപോലെ പരിവർത്തനവും സംഭവിക്കും. ഈ ഫെബ്രുവരി മാസം മുതൽക്ക് മധുരത എന്ന ഗുണമാണ് സ്വീകരിക്കേണ്ടത്. മധു അർത്ഥം തേനാണ്. തേനിന് സ്വാഭാവികമായ നാച്ചുറലായ മധുരമാണുള്ളത്. ഇതുപോലെ തേനീച്ചകൾ പുഷ്പങ്ങളിൽ നിന്ന് തേൻ ശേഖരിച്ച് തൻ്റെ കൂടുകളിൽ നിക്ഷേപിച്ച് തേനിൻ്റെ ഒരു ശേഖരണം തന്നെ ഉണ്ടാക്കുന്നത്, അതിനെ നാച്ചുറൽ ഹണി എന്ന് പറയാറുണ്ട്, നാച്ചുറലായ തേന്. അതേപോലെ മനുഷ്യൻ്റെ ആന്തരിക മനസ്സിൽ എന്താണെന്നുള്ളത് അവരുടെ സ്വഭാവത്തിലൂടെ അറിയപ്പെടാൻ സാധിക്കും. ഉള്ളിൽ എന്തെങ്കിലും കയ്പേറിയതുണ്ടെങ്കിൽ, കുറച്ച് തീക്ഷ്ണമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സ്വഭാവ സംസ്കാരങ്ങൾ, ചിലവരുടെ സ്വഭാവം അല്ലെങ്കിൽ ചിലവരുടെ വാക്കുകൾ, പെരുമാറ്റം വളരെ കയ്പുള്ളതാണ്. അതായത് വാളുകൊണ്ട് വെട്ടിമുറിക്കുന്ന പോലുള്ള വാക്കുകളാണ് ചിലർ ഉപയോഗിക്കുന്നത്. മറ്റുള്ളവരുടെ ഹൃദയത്തെയും മുറിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും കയ്പേറിയിട്ടുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ അത് നിരാശയുടെ അനുഭൂതി ഉണ്ടാക്കുന്നു. ഏതെങ്കിലും കാരണത്താൽ നമ്മൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ, അസൂയപ്പെടുകയാണെങ്കിൽ, അങ്ങനെയുള്ള പല പ്രകാരത്തിലുള്ള അവഗുണങ്ങളുണ്ടല്ലോ, അവഗുണത്തിലൂടെ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കയ്പേറിയ അനുഭവമല്ലേ ഉണ്ടാകൂ. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുക, പല പ്രകാരത്തിലുള്ള സൂക്ഷ്മമായ കുറവുകൾ പലരിലുമുണ്ട്, ദുർബലതകളെന്നും പറയാം. എത്രത്തോളം നമ്മുടെ സ്വമാനത്തിൽ സ്ഥിതി ചെയ്യുന്നു. ബാബ നമുക്ക് നോക്കൂ, എത്ര വിശേഷതകളാണ് നൽകിയിരിക്കുന്നത്. ആ വിശേഷതകളിലൂടെ മറ്റുള്ളവരെ കാണൂ. എന്നിലും വിശേഷതയുണ്ടായിരിക്കണം, അതിനെ വിവേകപൂർവം ഉപയോഗിക്കണം. പലതവണ എൻ്റെ വിശേഷത ഉപയോഗിക്കാതിരിക്കുന്നതിന് മൂലമുള്ള ദുഃഖവും എനിക്ക് അനുഭവപ്പെടും. എൻ്റെ വിശേഷത ഞാൻ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് വിശേഷതയെ വിവേകപൂർവം ഉപയോഗിക്കൂ. തൻ്റെ സ്വമാനത്തിൽ സ്ഥിതി ചെയ്യണമെങ്കിൽ
നമ്മുടെ വിശേഷതയെ വിവേകപൂർവ്വം ഉപയോഗിക്കാൻ സാധിക്കും. മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ സ്വമാനത്തിൽ സ്ഥിതി ചെയ്യാത്തത് മൂലമാണ് ബഹുമാനം ലഭിക്കാത്തത്. സ്വമാനത്തിലിരുന്നാൽ ആദരവ് തീർച്ചയായിട്ടും ലഭിക്കും. പലപ്പോഴും ബഹുമാനം ലഭിക്കാത്തതിൻ്റെ ഒരു ദുഃഖവും ഉള്ളിലുണ്ടാകും. ഇതിന് തീർച്ചയായിട്ടും ഗുണങ്ങളുടെ ധാരണ അത്യാവശ്യമാണ്. അതിനാൽ മധുരതയ്ക്കായി ഏതൊരു കാര്യമാണെങ്കിലും ആരെ പ്രതിയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ നമ്മുടെ കുറവാണെങ്കിലും നമ്മൾ കണ്ടുപിടിച്ച് അതിനെ ഇല്ലാതാക്കണം. കുറവിനെ എടുത്തു വയ്ക്കരുത്. ക്ഷമ മനുഷ്യജീവിതത്തിൽ വളരെയധികം അത്യാവശ്യം തന്നെയാണ്. നമ്മുടെ ബ്രഹ്മബാബ ആര് എന്ത് തന്നെ പറയുകയാണെങ്കിലും, അപമാനമായിക്കോട്ടെ, ബ്രഹ്മബാബയ്ക്ക് ആക്ഷേപം ലഭിക്കുകയാണെങ്കിലും അപമാനം ലഭിക്കുകയാണെങ്കിലും ബ്രഹ്മബാബ വളരെ മധുരമായാണ് എല്ലാവരോടും സംസാരിച്ചിരുന്നത്. അതിലൂടെ ആ പരിതസ്ഥിതിക്കുമേൽ ബാബയ്ക്ക് വിജയിക്കാൻ സാധിച്ചു, അതായത് സഫലത കൈവരിക്കാൻ സാധിച്ചു. ആരെന്തു പറഞ്ഞാലും പറഞ്ഞോട്ടെ, താങ്കൾ ആന്തരികമായി വളരെ മധുരമായി സംസാരിക്കണം. അതിനാൽ എല്ലാവരും ഒരു പ്രാക്ടീസ് ചെയ്യൂ. മനസ്സ, അതുപോലെ വാക്കുകളിലൂടെ, ദൃഷ്ടിയിലൂടെ മധുരതയും സ്നേഹവും മാത്രമായിരിക്കണം. ആരോടാണോ സ്നേഹമുള്ളത് അവരോട് വളരെ പ്രേമത്തോടെയല്ലേ നമ്മൾ സംസാരിക്കുക. അതിനാൽ ബാബ പറയുന്നത് മധുരത എന്നുള്ളത് ഇങ്ങനൊരു ഗുണമാണ്. ഇതിൻ്റെ ധാരണയിലൂടെ സദാ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കും. മറ്റുള്ളവർക്കും സന്തോഷം നൽകാനും സാധിക്കും. മറ്റുള്ളവരുടെ ഏതെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ ശരി, അത് കഴിഞ്ഞല്ലോ എന്ന് മാത്രം പറയൂ. അതിനെക്കുറിച്ച് കൂടുതൽ വർണ്ണിക്കാൻ നിൽക്കരുത്. കൂടുതൽ ആഴത്തിലേക്ക് പോകരുത് ആ കാര്യത്തിൻ്റെ. ബാബയും അത് തന്നെയാണ് പറയുന്നത്. മധുരതയെ ധാരണ ചെയ്യുന്നവർ ഇവിടെയും അവിടെയും മഹാനായി മാറുന്നു. മധുരതയിലൂടെ മാത്രമാണ് മധുസൂദനൻ്റെ പേര് പ്രശസ്തമാകൂ. മധുസൂദനനെ ഭക്തിയിൽ ശ്രീകൃഷ്ണൻ എന്നാണ് പറയാറുള്ളത്. പക്ഷെ ഇവിടെ നമുക്കറിയാം ശിവബാബയാണ്. ആരുടെ അടുത്താണോ ഈ മധു അഥവാ തേനുള്ളത്, ഇതിലൂടെ അവർക്ക് സദാ ഏതൊരു കാര്യത്തിലും സഫലത ലഭിക്കുന്നു. മധുരതയിലൂടെ മറ്റുള്ളവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിനും ഒരലിവ് തോന്നും. അതായത് അവരുടെ ഹൃദയത്തിൽ സ്ഥാനം ലഭിക്കും. അവരുടെ മസ്തകത്തിൽ സഫലതയുടെ നക്ഷത്രം എപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ട വിഷയമാണ്. മധുരതയിൽ തന്നെ സർവ്വഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട്. ബാബയും ഓരോ കാര്യത്തിലും മുരളിയിൽ പറയുന്നുണ്ട്, എൻ്റെ മധുരമായ കുട്ടിയെന്ന്. സ്നേഹസ്മരണകൾ നൽകുമ്പോഴും എൻ്റെ മധുരമായ സിക്കിലധേ കുട്ടി എന്ന് പറയും. ഓരോ തവണയും മധുരമായ കുട്ടി എന്ന് പറഞ്ഞിട്ടല്ലേ ബാബ സംസാരിക്കാറുള്ളത്. എന്തുകൊണ്ടാണ് ബാബ ഇത് തന്നെ പറയുന്നത്? ബാബയ്ക്കറിയാം എല്ലാവരുടെയും ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ മധുരതയുടെ കുറവുണ്ട്. അല്ലെങ്കിൽ ബാബയ്ക്ക് മറ്റേതെങ്കിലും ഗുണം ഉപയോഗിച്ച് നമ്മെ വിളിച്ചൂടെ? അതിനാൽ ഈ ഫെബ്രുവരി മാസത്തിൻ്റെ തുടക്കത്തിൽ ഈ ഹോംവർക്ക് സ്വീകരിച്ചുകൊണ്ട് എല്ലാവരും മധുരമായിട്ട് തന്നെ സംസാരിക്കൂ, അതുപോലെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കൂ. സ്വയം പുഞ്ചിരിക്കുക, മറ്റുള്ളവരെയും പുഞ്ചിരിക്കാൻ പഠിപ്പിക്കുക. ചെറിയ ചെറിയ കാര്യത്തിൽ ഒരിക്കലും മുഖം മാറരുത്. ഉള്ളിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കാമനകൾ ഉണ്ടാകുമ്പോഴാണ് ക്രോധം വരുന്നത്. കാമത്തിൻ്റെ തന്നെ അംശമാണ് ക്രോധം. ബാബ നമുക്ക് സർവ്വഖജനാക്കളും നിറച്ച് തന്നിട്ടുണ്ട്. ഇതിനുമേൽ മനന ചിന്തനം ചെയ്യൂ. അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ആഴത്തിൽ ഈ ധാരണ എങ്ങനെ ചെയ്യണമെന്നുള്ളത്, എല്ലാ കുറവുകളെയും എങ്ങനെ ഇല്ലാതാക്കണം എന്നുള്ളതും സ്പഷ്ടമായി മനസ്സിലാക്കാൻ സാധിക്കും. ഓം ശാന്തി.